ഇപ്പോൾ ചേട്ടൻ്റെ പുതിയ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് കങ്കുവയും അതുപോലെ മണിരത്നം സാറിൻ്റെ തഗ് ലൈഫുമാണ്. അപ്പോൾ നമ്മൾ സിനിമയിലെ മേക്ക് ഓവർ ക്യാരക്ടേഴ്സിൻ്റെ മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ ആദ്യമേ എൻ്റെ മനസ്സിൽ വരുന്നത് കമലഹാസൻ സാറിനെയാണ്. ഒരുപാട് പ്രോസ്തെറ്റിക് മേക്കപ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു തഗ് ലൈഫിലെ ലുക്കിന് വേണ്ടിയിട്ട് മണിരത്നം സാർ എന്തെങ്കിലും റെഫറൻസോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു? അല്ല, ശരിക്കും ബാക്കിയുള്ള സിനിമ വെച്ചാൽ നമ്മൾ ആ സിനിമയ്ക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യാനല്ല, ശരിക്കും പല കാര്യങ്ങളും അവിടുന്ന് പഠിക്കാനാണ് പോകുന്നത്. കാര്യം കമൽ സാറിൻ്റെ ഇരിക്കുന്ന മെറ്റീരിയൽസ് ആയിക്കോട്ടെ, മേക്കപ്പിൻ്റെ പുള്ളിയുടെ ഉള്ള ടീം ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ആ തരത്തിലേക്കാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഇത് കണ്ടുപഠിക്കാനാണ് പോണത്. കാര്യം അവരുടെ ടീമും പിന്നെ കമൽ സാറായിട്ടൊക്കെ ഒരുപാട് സംസാരിക്കാൻ പറ്റി, വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം കുറേ പുതിയ പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി അവിടെ നിന്ന്. പക്ഷെ നമ്മൾ സാധാരണ പഠിച്ച കാര്യങ്ങൾ പോയി ചെയ്യാനാണ് വന്നത്. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ അവിടെ പോയി പഠിച്ചിട്ട് നമ്മൾ വരണത്. പിന്നെ ഒരുപാട് കമൽ സാർ എനിക്ക് കുറേ മെറ്റീരിയൽസൊക്കെ തന്നു. നമുക്ക് ഇവിടെ കിട്ടാത്ത കാര്യം, നമ്മൾ ഹെലനിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനത്തെ മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ അല്ലാന്ന്. നമ്മൾ തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് എടുക്കണമായിരുന്നു ഓരോ കാര്യങ്ങളും. അപ്പം അതൊക്കെ ശരിക്കും ഇങ്ങനെയുള്ള മെറ്റീരിയൽ ഉണ്ടെന്ന് അറിയണം നമ്മൾ അവിടെ ചെന്നിട്ടാണ്. നമ്മളവിടെ അവരെ ഈ ഹെലനിൽ അവരുടെ ഫേസിലൊക്കെ നമ്മളൊരു ഫുൾ മിസ്റ്റ് എഫക്റ്റ് ഉണ്ട്. അത് നമ്മൾ വേറൊരു ഇത് വെച്ചാൽ നമ്മൾ ചെയ്തത്. ശരിക്കും അങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ട്. അങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് ഞാൻ അറിയണത് ഈ കമൽ സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ്. എനിക്കതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് തരുകയും ചെയ്തത്. അപ്പോൾ അത് വലിയൊരു പ്രോജക്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ അത് പഠിച്ചെടുത്ത് മുന്നോട്ട്. കോൾഡ് ജെൽ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അതുവരെ പുള്ളിക്ക് അറിയാം, പുള്ളിയുടെ കയ്യിലുണ്ടത്. എനിക്ക് തരുകയും ചെയ്ത് തന്നിട്ടത്. അതെല്ലേ. അപ്പോൾ ഒരുപാട് ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ചേട്ടനെ കാണുമ്പം മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു സിനിമയാണ് ആടുജീവിതം. ഒരു വർഷങ്ങളുടെ ആ ഒരു ജേണി. ഇപ്പോൾ ഇത്രയും നാൾ ഒരുമിച്ച് ഒരാളുടെ തന്നെ പല ലുക്കുകളിലൂടെ കടന്നു പോയായിരുന്നു. അപ്പോൾ ആ ഒരു ചലഞ്ചിങ് ഒക്കെ എങ്ങനെയാണ് മറികടന്നത്? ചാലഞ്ചിങ് പറയുന്നത് എല്ലാവർക്കും ചാലഞ്ചിങ് തന്നെയാണ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ സിനിമ. കാര്യം എല്ലാവർക്കും ഇനി അങ്ങനെ ഒരു ആടുജീവിതം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അതിൽ ഏത് ടെക്നീഷ്യൻ ആയിക്കോട്ടെ. അപ്പോൾ പിന്നെ അത് അത്രയും 5 വർഷമൊക്കെ നീണ്ടു പോയത് ഈ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ടോ. ശരിക്കും ഒരു 2-2.5 വർഷം കൊണ്ട് തീരേണ്ട സിനിമയാണ്. പക്ഷെ അത് അത്രയും സമയം കിട്ടിയതോടെ നമുക്ക് അത്രയും ബെറ്ററാക്കാൻ പറ്റി. നമുക്ക് ഓരോ ക്യാരക്ടർ, ഓരോ ലുക്കായാലും നമുക്ക് അതിനുള്ള ടൈം ഉണ്ടായിരുന്നു. ഈ ഷൂട്ടിംഗ് സമയത്ത് ടൈം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ ഷൂട്ട് ശരിക്കും 2012 തുടങ്ങേണ്ട സിനിമയാണ്. അപ്പോൾ 2018 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ 5-6 വർഷം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അത് ഗുണം ചെയ്തു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നല്ല രീതിയിൽ സമയമെടുത്തു. ഉണ്ട്. ഇപ്പോൾ സാറ് ചെയ്ത വർക്കുകളിൽ വെച്ചിട്ട് സാറിന് ഇപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു വർക്ക് മേക്ക് ഓവർ ഏതായിരിക്കും? അതിപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും അങ്ങനെയല്ലേ. ഇപ്പോൾ ആടുജീവിതം ചെയ്തപ്പോൾ നമ്മൾ ഇതാണ് ഏറ്റവും നല്ല വർക്ക് എന്ന് തോന്നി. അത് കഴിഞ്ഞപ്പോഴാണ് സലാർ വർക്ക് ചെയ്തത്. സലാർ കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് സലാറിൻ്റെ ലുക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കങ്കുവിലേക്ക് കയറുന്നത്. കങ്കു കഴിഞ്ഞപ്പോൾ അതിലും വലിയ തഗ്ഗിലേക്ക് കമൽ സാറ്. അപ്പോൾ ഓരോ സിനിമ നമുക്ക് ഇത് തന്നെ. അതേപോലെ ഇനി പുതിയ മോഹൻലാലും മമ്മൂട്ടി ഒരുമിക്കുന്ന പടം. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? അത് ഞാൻ ശരിക്കും ഇപ്പോൾ ഒരു 3 വർഷമായി മലയാളം ചെയ്തിട്ട്. ആടുജീവിതം കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഇടയിൽ തെലുങ്കും തമിഴൊക്കെ ആയിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം ചെയ്യാം. അത് മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, ഭഗതുണ്ട്, ചാക്കോച്ചൻ, അങ്ങനെ ഒരു സിനിമ, വലിയ സിനിമ തന്നെയാണ്. അപ്പോൾ ഇത് 16-ാം തീയതി ഷൂട്ട് തുടങ്ങും. അപ്പം കങ്കുവ ഒരു വൻ വിജയമാവട്ടെ. അതുപോലെ ചേട്ടൻ്റെ പുതിയ പ്രൊജക്ട്സ് ആണെങ്കിലും സക്സസ് ആവട്ടെ. ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.